ഹലോ, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. അതായത് 92/2025 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 2 കഴിഞ്ഞ വീഡിയോയിലായിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 45 ഒക്ടോബർ 24 നിലവിൽ വന്നെന്ന് കൊടുത്തിട്ടുണ്ട്. 49 നവംബർ 26 നിലവിൽ വന്നെന്ന് കൊടുത്തിട്ടുണ്ട്. നോർവേക്കാരനായിട്ടുള്ള ട്രിഗ്വേലിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ. 2ാം ലോക യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ എന്താണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ? അതായത് രൂപീകരിക്കുന്ന എന്താണ്? 45 ഒക്ടോബർ 24 1945 ഒക്ടോബർ 24 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്താണ്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത്. അപ്പോൾ വർഷം ഓർത്തു വെച്ചേക്കുക, 45 ഒക്ടോബർ 24. എന്തിനു ശേഷം? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം. ഓക്കെ, ആസ്ഥാനം എവിടെയാണ്? UN-ന്റെ അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്, അമേരിക്കയിലുള്ള മാൻഹട്ടൻ ദ്വീപിലെ 17 അതൊന്നും വേണ്ട, ന്യൂയോർക്ക് അമേരിക്ക ആണ് ആസ്ഥാനം എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സ്ഥാപക അംഗങ്ങൾ എത്രയാണ്? 50 അംഗങ്ങളാണ്. ഇതിൽ പോളണ്ട് പിന്നീട് ചേർന്നതാണ്. ഓക്കെ, 51 അംഗങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിനകത്ത് 50 അംഗങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ പോളണ്ടും കൂടെ ചേർത്തിട്ട് 51 സ്ഥാപക അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, നിലവിലെ അംഗങ്ങൾ എത്രയാണ്? 193 രാജ്യങ്ങളാണ് നിലവിൽ UN ഉള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അവസാനം അംഗമായ രാജ്യം ഇതാണ്, ദക്ഷിണ സുഡാനാണ്. 2011 അംഗമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി എന്താണ് ഔദ്യോഗിക ഭാഷകൾ? അറബിക്ക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 ഭാഷകളാണ് UN-ന്റെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. എന്നാൽ ഇവരുടെ പ്രവർത്തന ഭാഷകൾ, അതായത് ദൈനംദിന കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഭാഷ 2 ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഔദ്യോഗിക ഭാഷകൾ 6 ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അത് ഏതൊക്കെയാണെന്നും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി എന്താണ് സെക്രട്ടറി ജനറൽ? എന്താണ് സെക്രട്ടറി ജനറൽ? ആരാണ്? സംഘടനയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, നമ്മുടെ UN-ന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഈ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? പോർച്ചുഗൽ നിന്നുള്ള അന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിലെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആരാണ്? അത് PSC ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? UN-ന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് നോർവേക്കാരനായിട്ടുള്ള ട്രിഗ്വേലി. ഓക്കെ, നോർവേക്കാരനായിട്ടുള്ള ട്രിഗ്വേലിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ. അത് എന്താണ് ഈ ജോലിയെ വിശേഷിപ്പിച്ചെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്നാണ് ഈ സെക്രട്ടറി ജനറൽ സ്ഥാനത്തെ പറ്റിയിട്ട് നമ്മുടെ ആദ്യത്തെ UN-ന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്ന ട്രിഗ്വേലി വിശേഷിപ്പിച്ചത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി എന്താണ്? 5 പ്രധാന ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ UN എന്ന് പറയുന്നത്. ഒന്നാമത് എന്താണ്? പൊതുസഭ അല്ലെങ്കിൽ ജനറൽ അസംബ്ലി എന്ന് പറയും. പിന്നെ എന്താണ്? രണ്ടാമത്തെ എന്താണ്? സുരക്ഷാ സമിതി, സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയും. മൂന്നാമത് സാമ്പത്തിക സാമൂഹിക സമിതി അല്ലെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറയും. അടുത്തെന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്താണ് പൊതുസഭ? എല്ലാ അംഗരാജ്യങ്ങൾക്കും ഓരോ വോട്ടവകാശമുണ്ട്. അതായത് 193 അംഗങ്ങൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വോട്ടവകാശം ഈ പൊതുസഭയിലുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഐക്യരാഷ്ട്രസഭയുടെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയാണ് ഈ പൊതുസഭ എന്ന് പറയുന്നത്. പിന്നെന്താണ്? പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള വിജയലക്ഷ്മി പണ്ഡിറ്റ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി എന്താണ് അടുത്ത? രണ്ടാമത്തെ ഘടകമാണ് സുരക്ഷാ സമിതി, സെക്യൂരിറ്റി കൗൺസിൽ. ഒരുപാട് തവണ PSC ചോദിക്കുന്ന ഒരു മേഖല കൂടിയാണ്. എന്താണ്? ലോക സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ഈ ഒരു സുരക്ഷാ സമിതിക്കാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു സമിതിയിലെ അംഗരാജ്യങ്ങൾ ചോദിക്കാറുണ്ട്. എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങളാണ് ഉള്ളത്. അത് ഓർത്ത് വെച്ചേക്കുക. ആ 15 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ? 5 സ്ഥിരാംഗങ്ങളെന്നും 10 എന്താണ് താൽക്കാലിക അംഗങ്ങളെന്നും 2 രീതിയിൽ നമ്മൾ തരം തിരിക്കുന്നുണ്ട്. ആകെ 15 അംഗങ്ങളാണുള്ളത് UN രക്ഷാ സമിതിയിൽ. അതിൽ 5 പേര് സ്ഥിരാംഗങ്ങളാണ്, അവർക്ക് മാറ്റമില്ല, എപ്പോഴും 5 തന്നെയായിരിക്കും. ആരൊക്കെയാണെന്ന് വെച്ചാൽ ചൈനയും ഫ്രാൻസും റഷ്യ, UK, USA. ഓക്കെ, അപ്പോൾ ഈ 5 സ്ഥിരാംഗങ്ങളുടെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അത് എന്താണ്? ഒരിക്കലും മാറാത്ത 5 പേരാണ്, സ്ഥിരാംഗങ്ങളാണ്. ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് USA.
ഓക്കെ, ഈ രാജ്യങ്ങൾക്ക് വീറ്റോ അധികാരമുണ്ട്. ഈ സ്ഥിരാംഗങ്ങളായ 5 പേർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ വീറ്റോ അധികാരം ഉള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. പിന്നെ താൽക്കാലിക അംഗങ്ങൾ എത്രയാണ്? 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന 10 പേരാണ്, 10 അംഗരാജ്യങ്ങളാണ് താൽക്കാലിക അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 10 താൽക്കാലിക അംഗങ്ങളും 5 സ്ഥിരാംഗങ്ങൾ ചേർത്തിട്ട് രക്ഷാസമിതിയിലെ ആകെ അംഗങ്ങൾ ചോദിച്ചാൽ അത് 15 ആണ്. ഓക്കെ, ഇനി എന്താണ്? സാമ്പത്തിക സാമൂഹിക സമിതി ഉണ്ട്. എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉണ്ട്. അതും PSC ചോദിക്കുന്ന ഒരു മേഖല കൂടിയാണ്. എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രധാന നീതിന്യായ ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ആസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ആസ്ഥാനം? ഹേഗ്, നെതർലാൻഡ്സിലെ ഹേഗ് ആണ് ആസ്ഥാനം. ആകെ 15 ജഡ്ജിമാരുണ്ട്. 9 വർഷമാണ് ഈ ജഡ്ജിമാരുടെ കാലാവധി എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ സെക്രട്ടേറിയറ്റിന്റെ കാര്യം നമ്മൾ പറയുന്നതാണ്. സെക്രട്ടേറിയറ്റ് ഐക്യരാഷ്ട്ര പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്ര സഭയുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു ഘടകമാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്രട്ടറി ജനറലിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ സെക്രട്ടറി ജനറലാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ തലവൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 6ാമത്തെ ഒരു ഘടകം ഉണ്ടായിരുന്നു. ഇതാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നൊരു ഘടകം നമ്മുടെ UN ഉണ്ടായിരുന്നു, പക്ഷെ നിലവിലില്ല. 1994 അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. അവസാനത്തെ ട്രസ്റ്റിഷിപ്പ് ടെറിട്ടറി ആയിട്ടുള്ള പലാവു സ്വതന്ത്രമായതോടുകൂടി ഇതിന്റെ പ്രവർത്തനം നിലച്ചു. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ നിലവിലില്ല. 1994 അത് പിരിച്ചുവിട്ടു എന്നുള്ള കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പ്രധാന ഏജൻസികൾ ഏതൊക്കെയാണ്? UN യുനെസ്കോ ഉണ്ട്. ആസ്ഥാനം എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്ഥാനം എവിടെയാണ്? ഫ്രാൻസിലെ പാരീസ് ആണ്. പിന്നെന്താണ്? ലോകാരോഗ്യ സംഘടനയുണ്ട്. ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് ആസ്ഥാനം. ഓക്കെ, യുനിസെഫ് ഉണ്ട്. ആസ്ഥാനം ന്യൂയോർക്ക് ആണ് യുനിസെഫിന്റെ. ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. USA വാഷിംഗ്ടൺ DC ആണ് എന്താണ് നമ്മുടെ ലോക ബാങ്കിന്റെ, വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം. അതേപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി, അതായത് IMF എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ IMFന്റെ ആസ്ഥാനവും വാഷിംഗ്ടൺ DC ആണ്. അപ്പോൾ വേൾഡ് ബാങ്കിന്റെയും IMFന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കുക. പിന്നെ എന്താണ്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഏജൻസികളും അവരുടെ ആസ്ഥാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനി മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഐക്യരാഷ്ട്രസഭ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് വെച്ചാൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് എന്നുള്ള കാര്യവും, അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ മധ്യത്തിൽ ആ ഒരു പതാകയുടെ ഭൂപടം എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പതാകയുടെ മധ്യത്തിൽ ലോക ഭൂപടവും അതിനെ ചുറ്റി 2 ഒലീവ് ഇലകളും കാണുന്നുണ്ട്. ഈ ഒലീവ് ഇല സമാധാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇനി എന്താണ്? ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന ഒക്ടോബർ 24 ഉണ്ടല്ലോ, 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത്. അത് ഈ ഒക്ടോബർ 24 UN ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് എല്ലാ വർഷവും. ഓക്കെ, ഇനി എന്താണ്? ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അംഗമായത് എന്നാണെന്ന് വെച്ചാൽ 45 ഒക്ടോബർ 30 എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 1945 ഒക്ടോബർ 24 നിലവിൽ വന്നത്. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തെ 49 നവംബർ 26 അത് നമുക്കറിയാം. 45 ഒക്ടോബർ 24 വന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. മൂന്നാമത്തെ നോർവേക്കാരനായിട്ടുള്ള ട്രിഗ്വേലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. അത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2ാം ലോക യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണ് എന്താണ് നമ്മളുടെ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ 1, 3, 4. 1, 3, 4 ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്